Hello guys, welcome back to your channel. It's me Homosapien. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർണ സർവീസായി 50,000 സർവീസാണ്. 50,000 സർവീസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഷോറൂമിൽ കൊടുക്കണോ അതോ പുറത്തെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്താൽ മതിയോ? ഷോറൂമിൽ അവർ ശരിക്കും ഓയിൽ ഇതൊക്കെ മാറുമോ? അതോ പറ്റിപ്പാണോ? പുറത്ത് കൊടുക്കുന്നവർക്ക് പുറത്ത് കൊടുത്ത ഗ്യാരണ്ടി ഉണ്ടോ? അങ്ങനെ പല മിത്തുകളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടി സർവീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ബില്ല് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് എന്തെല്ലാം അവർ ചെയ്തത്, എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇത് വെച്ച് നമ്മൾ ഇന്നത്തെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ മെയിനായിട്ട് ഷോറൂമിൽ കൊടുക്കാൻ കാരണം ഈ വണ്ടി 2023 വരെ വാറൻറ്റി ഉണ്ട്. അപ്പം വാറൻറ്റി ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ പുറത്ത് കൊടുത്ത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വാറൻറ്റി കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വാറൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് തേയ്മാനം വന്ന് മാറേണ്ടത്, അതായത് നമ്മൾ യൂസ് ചെയ്ത് മാറേണ്ട, അതായത് ഫോർ എക്സാമ്പിൾ ഓയിൽ, ഫിൽറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ച് അല്ലാതെ ബാക്കി എല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് മാറി കിട്ടും. കാരണം എനിക്ക് ബാക്കിലത്തെ 2 AB സെൻസർ, ഒരു AB സെൻസിന് 2,500 രൂപ വെച്ച് വില വരുന്നുണ്ട്. 2 വട്ടം രണ്ടടുത്ത സൈഡായിട്ട് മാറി. പക്ഷെ അതിനൊന്നും എനിക്ക് 1 രൂപ പോലും കോസ്റ്റ് വന്നിട്ടില്ല. സാധനത്തിനും കോസ്റ്റ് വന്നിട്ടില്ല, സർവീസ് ചാർജ് മാറുന്നതിനുള്ള ഒരു ചാർജും വന്നിട്ടില്ല, 0 കോസ്റ്റാണ്. അപ്പം വാറൻറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കിത് ഇപ്പം എൻ്റെ 23 വരെയാണ്, എൻ്റെ വണ്ടി 2020 അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് 2 വർഷം കൂടെ 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ എല്ലാ പാർട്സിനും കിട്ടൂല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ ഒന്നും കിട്ടൂല എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ്. പിന്നെ നമുക്കിതിൽ ഇത് വാട്ടർ സർവീസൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ സർവീസിന് പോയപ്പോൾ 750 രൂപ തോന്നുന്നു വാട്ടർ സർവീസിന്. ഞാൻ ചെയ്തില്ല, ഇപ്പോഴും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഷോറൂമിൽ കൊടുത്ത് വാഷ് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഒന്നാമത് നമ്മുടെ കയ്യിൽ ഗ്രഫൈൻ കോട്ടിങ് അതും ഇതുമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കങ്ങനെ റഫ്ലി അങ്ങനെ കൊടുത്ത് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പുറത്ത് പോലും സത്യം പറഞ്ഞാൽ കൊടുത്ത് സർവീസ് ചെയ്യാറില്ല. നമ്മൾ 5 രൂപയുടെ ലാക്ക് റോഡിലാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത്. അല്ല നമുക്കിപ്പം പുറത്ത് കൊടുക്കണമെങ്കിൽ തന്നെ കുറച്ച് പ്രീമിയം കാർ വാഷിലേക്ക് കൊടുത്താലേ നമുക്ക് ആ ഗ്രഫൈൻ കോട്ടിങ് ചെയ്തത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ആ കോട്ടിങ് എല്ലാം നശിക്കും. കാരണം ഇവിടെയൊക്കെ ലോക്കലി വാഷ് ചെയ്യുന്നതൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്കിനി നേരെ ഷോറൂമിൽ പോയിട്ട് നോക്കാം. ഷോറൂമിൽ പോയിട്ട് അവിടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ അസിസ്റ്റ് ചെയ്യും. പുള്ളിക്കാരൻ്റെ അടുത്ത് എല്ലാം നമുക്കിപ്പോൾ നിലവിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് പീരിയോഡിക് ചെയ്താൽ മതി. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈബ്രേഷനോ കംപ്ലൈൻറ്റോ എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നേരെ ഷോറൂമിൽ പോകും.
50,000 സർവീസിൽ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറും, ഡീസൽ ഫിൽറ്റർ, പിന്നെ ഇപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ഡ്രെയിനർ പ്ലഗും അതിൻ്റെ വാഷറും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറി. ബ്രേക്ക് പാഡ് വേണോട്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലെ രണ്ടും അത് 4 പാഡാണ് വരുന്നത് ഒറ്റ സെറ്റായിട്ട്. പിന്നെ ബാക്കി വാഷിങ്ങിലായിരുന്നു അതിൻ്റെ പീരിയോഡിക് മെയിൻ്റെനൻസ് സർവീസിൻ്റെ സ്കാനിങ്ങിൻ്റെ ഇത്രയാണ് വരുന്നത്. ഈസപ്പം വണ്ടി സർവീസ് ചെയ്ത് കിട്ടി. ഞാൻ ആക്ച്വലി സർവീസ് ചെയ്ത് കിട്ടിയപ്പം കുറച്ച് ലേറ്റായി, അതാണ് അന്ന് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പം നമുക്ക് രാവിലെ ഞാനൊരു 11 മണിക്കാണ് വണ്ടി കൊടുത്തത്. നമുക്കൊരു ഈവനിങ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുൾ പീരിയോഡിക് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടി. മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ അഡ്വൈസർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പീരിയോഡിക് സർവീസ്, അതായത് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, മെയിനായിട്ട് ഡീസൽ ഫിൽറ്റർ, അങ്ങനെയുള്ള പീരിയോഡിക് സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് മാറി. മാറാത്ത 2 കാര്യം, ഒന്ന് എയർ ഫിൽറ്റർ, പിന്നെ ഒന്ന് AC ഫിൽറ്റർ. ഇത് രണ്ടും നമുക്ക് മാറേണ്ട ആവശ്യമില്ലായിരുന്നു. മാറുവാണെങ്കിൽ ഒരു +1000 അതിൻ്റെ വർക്ക് എക്സ്പെൻസ്, അതായത് ലേബർ ചാർജും വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ അഡീഷണൽ മാറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറി. ഒരു സൈഡ് ബ്രേക്ക് പാഡ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, ഇപ്പർ സൈഡ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും മാറുമ്പോൾ സെറ്റായിട്ടേ മാറാൻ പറ്റുള്ളൂ. അങ്ങനെ സെറ്റായിട്ട് മാറി. അല്ലെങ്കിൽ പോലും നമ്മൾ സെറ്റായിട്ട് മാറുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി. അപ്പോൾ അത് മാറി. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ പീരിയോഡിക്കലി ചെയ്തത്. പിന്നുള്ളത് നമ്മുടെ വണ്ടി വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിലെ AC-യുടെ ഒരു വാൾവ് ചെറിയൊരു ലീക്കുണ്ട്. അത് ആ വാൾവിന് മാത്രം 7,000 സംതിങ് വില വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് 0 കോസ്റ്റിൽ മാറി കിട്ടും. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വരുമ്പോൾ വിളിക്കും. നമുക്കതിൽ പാർട്സിനും ചാർജ് ഇല്ല, ലേബർ ചാർജും വരത്തില്ല. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെയാണ് നമ്മുടെ ഈ വാറണ്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പീരിയോഡിക്കൽ യൂസ് ചെയ്ത ഓയിൽ കാര്യങ്ങളെല്ലാം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഓയിലാണ്. സെമി സിന്തറ്റിക് ആണ്, സിന്തറ്റിക് ഒന്നുമല്ല. കാരണം സിന്തറ്റിക് ഡീസൽ വണ്ടികൾക്ക് സെമി സിന്തറ്റിക്കും ഫുള്ളി സിന്തറ്റിക്കും തമ്മിൽ ഒരു 3,000 ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഞാനപ്പോൾ അത് മാറിയില്ല. കാരണം അത്യാവശ്യം നമ്മളെ വണ്ടി ഓട്ടോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സെമി സിന്തറ്റിക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് മതി. ഇപ്പോൾ അധികം ഓട്ടോ ഇല്ലാത്ത ഡീസൽ വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ഫുള്ളി സിന്തറ്റിക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് മാറി. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പം സർവീസ് കഴിഞ്ഞ് വണ്ടി കൂട്ടപ്പനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഷോറൂമിൽ സർവീസ് ചെയ്യുന്നതും പുറത്ത് കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, കുറേ മിത്തുകളുണ്ട്. അതായത് ഷോറൂമിൽ കൊടുത്താലുള്ള അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. അതേപോലെ പുറത്ത് കൊടുക്കുമ്പോൾ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഒരുപാടുണ്ട്. പുറത്ത് കൊടുക്കണോ ഷോറൂമിൽ കൊടുക്കണോ എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്. ഇപ്പം ഞാൻ കൊടുത്തത് നമ്മുടെ വണ്ടി വാറണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ മേ ബി ഞാൻ പുറത്തായിരിക്കും കൊടുക്കുന്നത്, നമ്മൾ അപ്പോഴത്തെ ഒരു ഇത് അനുസരിച്ചിട്ട്. അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യണം. അതായത് ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ, അതായത് നമുക്കിപ്പോൾ ഒരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, രണ്ടിൻ്റെയും നല്ല വശവും മോശം വശവും എന്താണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ. ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ.